ആദ്യമേ തന്നെ കമ്പനിയുടെ 5ാം വാർഷികത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. എൻ്റെ പേര് ജോർജ് അനിക്കയും. ഞാൻ കൊളംബിയ ലാബിൻ്റെ MD മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നു. എനിക്ക് കൊളംബിയ ലാബിനെ പറ്റി പറയുമ്പോൾ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഓർമ്മകളാണ് കൂടുതലും ഉള്ളത്. ഞാനും എൻ്റെ പാർട്ട്ണർ ലിജു ഞങ്ങൾ ചൈൽഡ്ഹുഡ് മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായി ഒരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ബിസിനസ് പ്രൊഫൈൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിലും ലിജു ഒരു കോർപ്പറേറ്റ് എംപ്ലോയി എന്ന നിലയിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ച് ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. തുടക്കകാലത്ത് ഞങ്ങൾ കൂടുതലും ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നിരുന്നുവെങ്കിലും ഉടനെ തന്നെ റിന്യൂവബിൾ എനർജിയിലേക്കും പിന്നെ ഏറ്റവും ഇന്നോവേറ്റീവായിട്ടും മാർക്കറ്റിലേക്കും സോഷ്യലിലേക്കും ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റുമുള്ള ചാർജിങ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ തുടക്കകാലത്ത് തന്നെ എത്തിപ്പെടാൻ സാധിച്ചത് കമ്പനിയുടെ ഒരു നാഴികക്കല്ലായിട്ടും ഞങ്ങളുടെ ഭാഗ്യമായിട്ടും ഞാൻ കരുതുകയാണ്. ഈ അവസരത്തിൽ ഇതിനെ എല്ലാ പിന്തുണയുമായി ഓരോരോ കാലഘട്ടങ്ങളിൽ കമ്പനിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാഫുകളെയും ഈ ഒരു അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഹായ് ഓൾ, കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ 5ാം വർഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ ഒരു കമ്പനി മാർക്കറ്റിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, അതുപോലെ ഞങ്ങളുടെ എംപ്ലോയീസ്, ഈ ഒരു കമ്പനി ഇതുപോലെ വളരാനായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അതിൽ ഒരുപാട് പേര് നമ്മളുടെ കൂടെ നിന്ന് തന്നെയുണ്ട്. ഒരുപാട് പേര് നമ്മളുടെ കമ്പനിയിൽ നിന്നും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി പോയ ആളുകളുണ്ട്. എല്ലാവരെയും നമ്മൾ നന്ദിയോടെ തന്നെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് 5 വർഷം മുമ്പ് ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. എന്ത് രീതിയിലാണ് ഞങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് സമൂഹത്തിലേക്ക് ഇനി നാളെ ഒരു സൊസൈറ്റിയിലേക്ക് ആവശ്യമുള്ള ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. അങ്ങനെയാണ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് ഞങ്ങൾ വരുന്നത്. അതിനോടൊപ്പം തന്നെ 2020 മുതൽ ഇന്ത്യയിൽ ഒരു EV റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു EV റെവല്യൂഷൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നമ്മൾ ആ ഒരു കാലഘട്ടം മുതലേ തന്നെ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വിജയമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസ്സിലേക്കാണ് കമ്പനി ഇപ്പോൾ ഇന്ന് ഈ ഒരു 5ാം വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള കമ്പനികൾ, വെൻഡേഴ്സ്, സപ്ലയേഴ്സ് എല്ലാവരെയും നന്ദിയോടെ തന്നെ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഇനിയും ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഹായ് എവരിവൺ, എൻ്റെ പേര് രാധിക. കൊളംബിയ ലാബിൽ HR ആൻഡ് മാർക്കറ്റിംഗ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല തുടങ്ങാൻ. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് അത് നഷ്ടമൊക്കെ സഹിച്ച് പിന്നീട് അത് ലാഭത്തിലേക്ക് ആക്കി മാറ്റുക, അത് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതും കുറച്ചധികം സ്റ്റാഫിനെ വെച്ച് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന EV ചാർജിങ് സ്റ്റേഷൻ ആൻഡ് സോളാറിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്തായാലും 5 വർഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും, ഒപ്പം കൊളംബിയ ലാബിനും ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ പേര് ഷിഹാബ്. ഞാൻ കൊളംബിയ ലാബിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് 3-ാം തീയതി കൊളംബിയ ലാബ് വന്നിട്ട് ഒരു 5 വർഷം ഫൗണ്ടേഷൻ ഡേ ആണ്. കൊളംബിയ ലാബിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Hi, എൻ്റെ പേര് മാനസ സച്ചിനൻ. Here I work as a project coordinator. I'm very happy because Columbia Lab Private Limited successfully completed 5 years. ഇവിടുത്തെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ എൻവിറോൺമെൻ്റ് ആണ് വർക്ക് ചെയ്യാനും എല്ലാ കാര്യത്തിനും. എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം അവർ ഡയറക്ടേഴ്സ് ആൻഡ് കൊളീഗ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളിവിടെ മുൻപോട്ട് പോകുന്നത്. വി ആർ എ ഫാമിലി ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു സെലിബ്രേഷനാണ്. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ടു കൊളംബിയ ലാബ് ഓൺ ദ 5 years anniversary and let's celebrate together. I'm very excited too. എൻ്റെ പേര് മഹേശ്വരി. ഞാൻ കൊളംബിയ ലാബിൻ്റെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒക്ടോബർ 3-ാം തീയതി കൊളംബിയ ലാബ് 5th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ കൊളംബിയ ലാബിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.
ഹായ്, എൻ്റെ പേര് കൃഷ്ണ. ഞാനിവിടെ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊളംബിയർ ലാബ് ഇന്ന് 5 വർഷം തികയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരും. ഹായ് ഓൾ, എൻ്റെ പേര് ശില്പ. ഞാൻ കൊളംബിയ ലാബിൽ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 3 മാസം മുമ്പാണ് ഞാൻ ഈ ഒരു കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. ഫ്രഷറായിട്ടായിരുന്നു. അപ്പം എൻ്റെ പാഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു പാഷൻ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പോരാതെ ഇവിടെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണ്, സപ്പോർട്ടിങ് കൊളീഗ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഒക്കെയാണ്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ കമ്പനി 5ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് 6ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. സോ അതിനകത്ത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ടു കൊളംബിയ ലാബ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ഹലോ, എൻ്റെ പേര് നിമൽ. അവിടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 1 ഇയറായി. കൊളംബിയ ലാബ് അങ്ങനെ 5 വർഷം തികച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകൾ നേരിടും. എൻ്റെ പേര് ശ്യാം, നിഖിൽ, രേഷ്ണു, അരുൺ, പ്രവീൺ. ഞങ്ങൾ കൊളംബിയർ ലാബിൻ്റെ പ്രൊജക്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 5 വർഷം പിന്നിട്ട കൊളംബിയർ ലാബിന് ഞങ്ങൾ ഒരു ഹാപ്പി ബർത്ത്ഡേ കൊളംബിയർ ലാബ്. നമ്മളോട് കാണിച്ചിട്ടുള്ളത്, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വളരെ സ്നേഹപൂർവ്വമാണ് നമ്മളുമായി ഇടപഴകിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യമൊക്കെ ബന്ധപ്പെട്ട് ഇവരുടെ സേവനം നമുക്ക് ആവശ്യമാണ്, ഒക്കെ പ്രതീക്ഷിക്കുന്നു. ലാബുമായി നമ്മൾ സഹകരിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ ശ്രമിച്ചത്. അതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കൊളംബിയർ ലാബാണ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, കാലതാമസം കൂടാതെ കൃത്യതയോടുകൂടി പണി പൂർത്തിയാക്കുകയും അത് നമുക്ക് ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാൻ സഹായിച്ച കൊളംബിയർ ലാബിൻ്റെ ഒരു സഹായം തന്നെയാണ്. കൊളംബിയർ നമ്മളിവിടെ കൊടുവള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു പാർട്ടി കണ്ട് സിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചത്, അങ്ങനെ കണ്ടെന്നല്ലോ. അപ്പോൾ അവരുടെ സർവീസൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കാര്യത്തിൽ നമ്മുടെ ഫിറ്റിംഗ് സർവീസിനൊക്കെ അവർ ചെയ്തുകൊണ്ടും അവർ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവർ ഹാപ്പിയാണ് സംഗതി നമ്മൾ ചെയ്തത്. We should mention the service provider we chose. That was a reference from Columbia Labs. So we didn't have to run around to check what's the quality of, and that is also a pretty young team. So that is another reason Columbia Labs referred the service provider to us. And we are so far happy with our partners, especially Columbia Labs. കൊളംബിയറിൻ്റെ ഭാഗത്തുനിന്ന് ഇതില്ല, ഫുള്ള് ഇതുവരെയുള്ളതിൽ നമുക്ക് ഫുൾ സപ്പോർട്ട് എപ്പോഴും വരും. എപ്പോഴാണെങ്കിലും നമ്മളെന്ത് സംശയം പറഞ്ഞാലും ആ സംശയം തീർക്കും. 1 മുതൽ എന്നെ മാക്സിമം, അതായത് നല്ല സർവീസായിരുന്നു കൊളംബിയറിൻ്റെ. എന്ത് ഞാൻ ചോദിച്ചാലും അവരതിന് വേണ്ടുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ട്. ഒരു ഡിലേ ഇല്ലാതെ അവരുടെ സ്റ്റാഫാണെങ്കിലും നല്ല ടീമായിട്ട് അവർ വർക്ക് ചെയ്തു. അവർ നന്നായ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തു. EV ചാർജിങ് സ്റ്റേഷൻ ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ, വളരെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വളരെ നല്ല രീതിയിൽ സമയബന്ധിതമായി അത് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കൊളംബിയ ലാബിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ആഹ്ലാദകരമാണ്. എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ഒരു കോൺട്രാക്ടർ. ഞാൻ ചൂസ് ചെയ്തത് കൊളംബിയ ലാബാണ്. അവർ നല്ല പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുകയും ഡ്രോയിങ്ങും പ്രിപ്പയർ ചെയ്യുകയും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അത് KSCB-മായിട്ടാണെങ്കിലും നമ്മുടെ ലോഡ് കാൽക്കുലേഷൻ ആണെങ്കിലും സ്റ്റേഷൻ്റെ മെഷീൻ്റെ പ്രൊക്യൂർമെൻറ്റ് എല്ലാ കാര്യത്തിലും അവർ നല്ല കോപ്പറേറ്റീവാണ്. നല്ല
പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. ഫ്രം റിസീവിങ് മെറ്റീരിയൽ ടിൽ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. കൊളംബിയ ലാബിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ എഫിഷ്യൻറ്റും കോമ്പിറ്റൻറ്റും ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും പ്രൊഫഷണൽസാണ്. വളരെ പ്ലാനിങ്ങോടുകൂടി അവർ ചാർട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് അതനുസരിച്ച് വർക്ക് മുന്നോട്ട് നീക്കുകയും എൻ്റെ ടൈം ഷെഡ്യൂളിന് ഉള്ളിൽ തന്നെ വർക്ക് തീർക്കുകയും ചെയ്തു. അത്രയും ഒരു ആക്റ്റീവായിട്ട് തന്നെയായിട്ടാണ് കൊളംബിയ ലാബ് ആ പ്രോജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുമായിട്ടുണ്ടായിരുന്നത്. സപ്പോർട്ടിംഗ് ആണ്. എന്ത് കാര്യങ്ങൾ എത്ര സ്പീഡായിട്ട് അവർ കാര്യങ്ങൾ സോളാർക്ക് ചെയ്തു കൊടുത്ത് എല്ലാ കാര്യങ്ങളും അവർ കൺവേർട്ട് ആയിട്ട് ചെയ്തു കൊടുക്കും. കുറച്ചുകൂടി നമ്മളായിട്ടൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് കൊളംബിയ ലാബും അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ലിജിയും ഒക്കെ ആയിരുന്നു. അപ്പം അവരായിട്ട് കൊടുത്തു. അവർ ആ രീതിയിൽ തന്നെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് തന്നെ ഫങ്ഷനിങ് വരെ അവരൊക്കെ നല്ല രീതിയിൽ തന്നെ കൂടെ ഉണ്ടായിരുന്നു.